വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററിയിലെ ക്വിക്ക് റിവിഷന്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഈ പാഠത്തിൽ പ്രമേയം 3 തീം 3 ബന്ധുത്വം ജാതി വർഗം എന്നുള്ള തീമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്ന ഒരു ചോദ്യമാണ്. ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ. ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതെന്തായാലും ഉണ്ടാകും ഈ പാഠത്തുനിന്ന്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു റിവിഷനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ റിവിഷനായിട്ട് നോക്കുകയാണെങ്കിൽ മഹാഭാരതം വേദകാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന പാഠഭാഗമാണ്. 1919 സംസ്കൃത പണ്ഡിതനായ VS സുക്താങ്ക് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായിട്ടുള്ള പതിപ്പ് തയ്യാറാക്കി. നിരവധി ഭാഷകളിലുള്ള മഹാഭാരതത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ പഠനവിധേയമാക്കി ഗ്രന്ഥത്തിലെ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പഠന വിധേയത്തിലൂടെ മഹാഭാരതത്തെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള വിവാഹ നിയമങ്ങളും സമ്പ്രദായങ്ങളും. സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ എൻഡോഗമി. ഒരേ ഗണത്തിൽപ്പെട്ടവർ, ഒരേ ജാതിയിൽപ്പെട്ടവർ, ഒരേ വർഗത്തിൽപ്പെട്ടവർ പരസ്പരം നടത്തുന്ന വിവാഹമാണ് എന്ത്? സ്വഗണ വിവാഹം, എൻഡോഗമി. അന്യഗണ വിവാഹം എന്ന് പറഞ്ഞാൽ എക്സോഗമി. ഗണത്തിന് പുറത്തുള്ള രക്തബന്ധമില്ലാത്ത കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് എക്സോഗമി എന്ന് പറഞ്ഞാൽ. ബഹുഭാര്യത്വം നിങ്ങൾക്കറിയാം, ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്നതാണ്. ബഹുഭർത്തൃത്വം ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്നതാണ്. 8 തരത്തിലുള്ള വിവാഹ സമ്പ്രദായം നിലവിലുണ്ടായിട്ടുണ്ട്. ബ്രഹ്മവിവാഹം, പ്രജാപതി വിവാഹം, അർഷവിവാഹം, ദൈവവിവാഹം, അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, അതുപോലെ തന്നെ പൈശാച വിവാഹം. ഇനി ഇതിൽ ചോദിക്കുന്നത് ഗ്രന്ഥങ്ങൾ, പുരാതന ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ? ആ ഗ്രന്ഥത്തിൻ്റെ ഭാഷ, അത് ഏത് തരത്തിൽപ്പെട്ടവയാണ്? മന്ത്രങ്ങളാണോ, കഥകളാണോ? അത് ഗ്രന്ഥകാരൻ്റെ വീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആശയങ്ങൾ എന്തൊക്കെ? ഗ്രന്ഥം രചിക്കപ്പെട്ട കാലം, സ്ഥലം. അപ്പോൾ മഹാഭാരതം എന്നുള്ളതൊരു ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന നിലയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ മഹാഭാരതം വിവിധ ഭാഷകളിലേക്ക് രചിക്കപ്പെട്ട തർജ്ജമ ചെയ്യപ്പെട്ടതാണ് മഹാഭാരതം. കേന്ദ്ര കഥ പോലും എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ പുനർവായിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മഹാഭാരതം എന്നുള്ളത്. പല കഥാസംഭവങ്ങളും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ പല കഥാസംഭവങ്ങളും ശില്പങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നാടകങ്ങൾക്കും നൃത്തരൂപങ്ങൾക്കും പ്രമേയമായിട്ടുണ്ട്. വിവിധ നാടകങ്ങൾക്കും അതുപോലെ തന്നെ പ്രമേയങ്ങൾക്കും അതെന്ത് ചെയ്തിട്ടുണ്ട്? അത് ഇതിവൃത്തമായിട്ടുണ്ട്. അത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ മലയാള നോവലായിട്ടുള്ള 2ാം മൂഴം, ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള മഹദേശ്വരി ദേവിയുടെ കുന്തിയോ നിഷാദി എന്നിവ മഹാഭാരത കഥാപാത്രങ്ങളെ അധികരിച്ച് എഴുതപ്പെട്ടതായാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഈ ഒരു കാര്യം. ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാമെന്ന്. താങ്ക് യു.